വയനാട്ടിലെ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആരംഭിച്ചു. 12 അംഗ സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ആർമിയുടെ കെഡാവർ ഡോഗും തെരച്ചിലിനോടൊപ്പമുണ്ട്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. റോഷിപാൽ ചേരുന്നു ഒരിക്കൽ കൂടി. റോഷിപാൽ, തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അരുൺകുമാർ, ഏതായാലും ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ സൂചിപ്പാറയ്ക്ക് താഴെ ഈ സൺറൈസ് വാലി മേഖലയിലുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. 12 അംഗ സംഘം, അതിൽ 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരുണ്ട്. ഇതിനൊപ്പം ആർമിയുടെ കെഡാവർ ഡോഗും അവിടെ പരിശോധന തുടങ്ങി. ഇന്ന് മണ്ണ് അല്പമെങ്കിലും നീക്കിയുള്ള ഒരു തെരച്ചിലിനുള്ള ശ്രമം ഉണ്ടാകും. അതിൻ്റെ ഈ കെഡാവർ ഡോഗും ഒപ്പം ആർമി കമാൻഡോ, SOG കമാൻഡോ സംഘം അവിടേക്ക് ഇറങ്ങുന്ന, അവരെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും ഇന്ന് കൂടുതൽ ഇടങ്ങൾ പരിശോധിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. കാരണം കാലാവസ്ഥ അനുകൂലമാണ്. ഇന്ന് മഴയില്ല, വലിയൊരു മൂടൽ മഞ്ഞില്ല. അതുകൊണ്ട് മേഖലയാകെ തെരച്ചിൽ നടത്തും. കാരണം ഇന്നലെ അവിടെ പരിശോധന നടത്തിയ സംഘം നൽകുന്ന വിവരം വളരെ വിഷമം നിറഞ്ഞതാണ്. കാരണം അവിടെ മാംസം ഒക്കെ അഴുകിയ നിലയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യരുടേതാണോ അതോ മൃഗങ്ങളുടേതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ആ തരത്തിൽ വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഈ വനമേഖലയിൽ അടക്കമുള്ളത്. വലിയ രീതിയിലുള്ള അപകടം ആ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ചെളിയും പാറക്കല്ലുകളും നേരെ വന്ന് പതിച്ചത് അവിടെയുള്ള വനാന്തര മേഖലകളിലാണ്. അവിടെ ഒട്ടേറെ വന്യമൃഗങ്ങളുണ്ടായിരുന്നു. കരടി അടക്കം കടുവയുടെ സാന്നിധ്യമുള്ള ഒരു മേഖല കൂടിയാണ്. ആനകളുണ്ടായിരുന്നു. അവർക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടാവും. മുകളിൽ നിന്നും അപകടം പറ്റിയവർ നേരെ ചെന്ന് പതിച്ചിട്ടുണ്ടാവുക ഈ മേഖലയിലായിരിക്കാം എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കെഡാവർ ഡോഗിൻ്റെ കൂടി സാന്നിധ്യം ഈ തെരച്ചിലിന് ഇപ്പോൾ ഉൾപ്പെടുത്തിയത്. ഏതായാലും കെഡാവർ ഡോഗിൻ്റെ സാന്നിധ്യത്തോടെയുള്ള തെരച്ചിൽ ആരംഭിച്ചു. അവിടെ നിന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിന് നമുക്ക് കൂടുതലായും ലഭിക്കും. വൈകിട്ട് 4:30 വരെയാണ് തെരച്ചിൽ. ഇന്ന് 6 കിലോമീറ്റർ മേഖലയിൽ വളരെ വിശദമായ തെരച്ചിൽ നടത്തുമെന്നാണ് ഈ സംഘത്തിന് ഏകോപിപ്പിക്കുന്ന SOGയുടെ SP കൂടിയായ തപോഷ് ബസുമതാരിയോ അല്പം മുമ്പ് പറഞ്ഞത്. ADGP MR അജിത് കുമാർ അടക്കം ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ആർമിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, മലയാളി കൂടിയായ ആലപ്പുഴയിലെ ലഫ്റ്റനന്റ് കേണൽ കൃഷി അടക്കമുള്ളവർ ഇവിടെ കൽപ്പറ്റയിൽ ക്യാമ്പ് ചെയ്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. വൈകിട്ട് 4:30 അവിടെ എത്തിയ കമാൻഡോ സംഘത്തെ തിരിച്ച് കൽപ്പറ്റയിലെ SKMGHS മൈതാനിയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇതേ ഹെലികോപ്റ്റർ തന്നെ എത്തിക്കും. ഇന്നത്തോടെ ആ മേഖലയിലെ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷിക്കുന്നു. ഏതായാലും മൃതദേഹങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ഹെലികോപ്റ്ററിൽ ആ നായയുടെ പേരെന്താണ് റോഷിപാൽ? ഞാൻ ആ പേര് മറന്നുപോയി. മോനി എന്ന പേര്. മീററ്റിൽ നിന്നാണ് ഈ ഡോഗിനെ ഇവിടെ ഉണ്ടായതിന് പിന്നാലെ ആർമി എത്തിച്ചത്. മോനി, ഈ സേനയുടെ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിക്കുകയായിരുന്നു. റോഷിപാൽ, തെരച്ചിൽ ആരംഭിക്കുകയാണ്. അവിടെ ഭാഗത്തിരിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ തെരച്ചിൽ നടത്താൻ വേണ്ടി ദൗത്യസംഘത്തെയും കൊണ്ടുപോയ ദൗത്യസംഘത്തിൻ്റെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. മോനി അടക്കമുള്ള ഈ കെഡാവർ നായയും ഇന്നിപ്പോൾ തെരച്ചിലിനൊപ്പമുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഹെലികോപ്റ്ററിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവർ ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. മോനിയെ പ്രേക്ഷകർക്ക് കാണാം. ഹെലികോപ്റ്ററിനുള്ളിലിരിക്കുകയാണ് മോനി. ഈ ദൗത്യസംഘത്തിൽ 12 പേരാണുള്ളത്. അതിൽ 6 പേർ ആർമി സംഘത്തിൽപ്പെട്ടവരും 4 പേർ ആർമി സംഘത്തിൽപ്പെട്ടവരും 6 പേർ SOG വിഭാഗത്തിൽപ്പെട്ടവരും 2 പേർ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരുമാണ്. ഇവരടങ്ങുന്ന 12 അംഗ സംഘമാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് വേണ്ടി ഇറങ്ങുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി അവർ തെരച്ചിൽ പൂർത്തിയാക്കണം. അതീവ ദുഷ്കരമായൊരു മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് ഹെലികോപ്റ്ററിനുള്ളിലുള്ള ദൃശ്യങ്ങളാണ്. ദൗത്യസംഘം ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. റോഷിപാലാണ് നമുക്കൊപ്പം ചേർന്നത്.